ഈ കാണുന്ന ബസ് റൂട്ട് നമ്മുടെ നെന്മാറ പേഴുംപാറ വഴി ചാത്തമംഗലം കരിമ്പാറയൊക്കെ പോയി അടിപ്പരണ്ട വഴിക്ക് മംഗല ഡാമിന് പോകുന്ന ഒരു പ്രധാന ബസ് റൂട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ബഷീറാണ്, തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന്. ഒരു റിട്ടയർമെന്റ് ലൈഫൊക്കെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് ഉതകുന്ന രീതിയിലുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു വീടും പറമ്പും ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു കനാല് സെൻട്രലിലൂടെ പോകുന്നു. അതിൻ്റെ ഇരുവശവും നമുക്ക് വലിയ വണ്ടികൾക്ക് വരാനുള്ള വഴി സൗകര്യത്തുള്ള പഞ്ചായത്ത് റോഡ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ഇതൊരു കോർണറിലായിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുനിന്നും വഴി സൗകര്യമുണ്ട്. ഇത് നമുക്ക് പറമ്പിൻ്റെ പുറകിലേക്ക് പോകാനുള്ള ഈ വഴിക്ക് നമുക്ക് പോവാം. വീടിൻ്റെ അകത്തൂടെയും നമ്മുടെ പുറകിലേക്ക് എത്താനുള്ള സൗകര്യം വരുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ നെന്മാറ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. നെന്മാറ പോത്തുണ്ടിക്കൊക്കെ അടുത്ത്, പോത്തുണ്ടി ഡാമിനൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥലം വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം ഒരു 30 മീറ്റർ അപ്പുറേ വരെ നമുക്ക് കണ്ടോ അതാ ഇതുപോലെ ടാറിങ് വഴി വരുന്നുണ്ട്. എല്ലാ വണ്ടികളും വരും കേട്ടോ. ഇവർക്കിപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറൊക്കെ കണ്ടോ സുഖമായി നമ്മുടെ കോമ്പൗണ്ടിൽ കയറി കാർ പാർക്കിംഗ് ചെയ്യാനുള്ള വഴി സൗകര്യമുണ്ട്. അതായത് ഇതുപോലെ കായ്ക്കുന്ന ഒരു 6-7 തെങ്ങുകൾ, നല്ലതുപോലെ കായ്ക്കുന്ന ഒരു 6-7 തെങ്ങുകളുണ്ട്. അതുകൂടാതെ മാവ്, പ്ലാവ്, പിന്നെ ഒട്ടനവധി ഫലവൃക്ഷ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള 35 സെന്റ് പറമ്പും അതിൽ 1200 സ്ക്വയർ ഫീറ്റിന്റെ 3 ബെഡ്റൂം അടങ്ങിയിട്ടുള്ള ഒരു വീട്. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളൊക്കെ ഈ ചാനൽ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവരും അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കളും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാലക്കാട് ജില്ലയിലാണെന്ന് ഞാൻ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ നെന്മാറ ടൗണിൽ നിന്നാവുമ്പോൾ ഈ വീട്ടിലേക്കുള്ള ദൂരം ഒരു 6 കിലോമീറ്ററോ മറ്റോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ച ആ ബസ് റൂട്ടിൽ നിന്നാവുമ്പോൾ, വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ബസ് റൂട്ടിൽ നിന്നാവുമ്പോൾ ഒരു 1.5 കിലോമീറ്ററാണ് ദൂരം. അതുകൂടാതെ നെന്മാറയിൽ നിന്ന് നമ്മുടെ നെല്ലിയാമ്പതിക്ക് പോകുന്ന ഭാഗത്ത്, പോത്തുണ്ടി ഭാഗത്ത് നിന്നൊക്കെ ആണെങ്കിൽ ഒരു ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ദൂരം. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാനുള്ള വഴി സൗകര്യം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വീടിനും പറമ്പിനും കൂടെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് 35 സെന്റ് പറമ്പും ഈ വീടിനും കൂടെ ചോദിച്ചിരിക്കുന്നത് വെറും 40 ലക്ഷം രൂപയാണ് കേട്ടോ. 40 ലക്ഷം രൂപ. വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണുമെങ്കിൽ ഒരു 7-8 വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് വീടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൻ്റെ ബഹളമയങ്ങളിൽ നിന്നും കുറച്ച് വിട്ടുമാറി നല്ല പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയിൽ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ കുറച്ച് നല്ല രീതിക്ക് പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ, ഇനിയിപ്പോൾ അതല്ല ഒരു ഫാം പോലെ, ഇതിന് പുറകിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അപ്പോൾ ഒരു നല്ലൊരു ഫാം സെറ്റപ്പിൽ കുറച്ച് പശുവൊക്കെ വാങ്ങി വളർത്തി അങ്ങനെ അതിൻ്റെ ഒരു ആദായം കൊണ്ട് ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല ഒരു അടിപൊളി വീടും പറമ്പുമാണ്. അപ്പോൾ ഈ വീടിനകത്ത് നമുക്ക് ആ ഒരു സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് ലിവിങ് വിത്ത് ഡൈനിങ് ആയിട്ടൊരു വലിയൊരു ഹാള്, അതിനോട് ചേർന്ന് 3 ബെഡ്റൂം, അടുക്കള, വർക്ക് ഏരിയ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണേ. കുറച്ച് ഭാഗങ്ങൾ കണ്ട് സ്കിപ്പ് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ വിളിക്കരുത്. നിങ്ങൾ മുഴുവനായും കാണുക. കാരണം ജീവിതത്തിൽ വലിയ തിരക്കുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ട് ആഗ്രഹിച്ചിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ നിങ്ങളൊന്നും മുഴുവനായിട്ടും കണ്ടോളൂ. അതിൽ വലിയ പ്രശ്നങ്ങൾ വരാനില്ല. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം വന്ന് കാണാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ 3 ബെഡ്റൂമിൽ 2 എണ്ണത്തിന് നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂമും പിന്നെ ഒരെണ്ണം മാസ്റ്റർ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ നെന്മാറ ടൗണിലേക്ക് ഞാൻ പറഞ്ഞൊരു 5-6 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ ടൗണിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു സംരംഭം കുറച്ച് പിള്ളേർ ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടാവശ്യങ്ങൾക്ക് A to Z പലചരക്ക് ഐറ്റംസുകളായിക്കോട്ടെ, ബേക്കറി ഐറ്റംസുകളായിക്കോട്ടെ, സ്റ്റേഷനറി ഐറ്റംസുകളായിക്കോട്ടെ, എല്ലാം നമുക്ക് അവരെ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും നെന്മാറയിൽ നിന്നൊരു 30 കിലോമീറ്റർ ദൂരമൊക്കെയാണ് അവർ പറഞ്ഞത്.
എല്ലാം കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതാ ഒരു 6-7 കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ. എനി ടൈം എല്ലാ സാധനങ്ങളും എത്തിക്കാം അവർ വീട്ടിലേക്ക്. ഇനിയിപ്പോൾ അതല്ല, ഇതിൻ്റെ അടുത്തൊക്കെ ഒരു 1.5-2 കിലോമീറ്ററിനകത്ത് നമുക്ക് കടയും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഭാഗമൊന്നുമില്ല. വരുന്ന വഴിക്കും ഈ വീടിൻ്റെ അടുത്തൊക്കെ തന്നെ നിറയെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ജനവാസമായിട്ടുള്ള ഒരു ഏരിയയും കൂടെയാണ്. നിറയെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗം കൂടെയാണ്. ഇവിടെ അടുക്കള, അതിലൊരു പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഗ്യാസ് അടുപ്പ് എത്തിക്കുന്ന തൊട്ടപ്പുറത്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് കാർ പാർക്ക് ചെയ്യുന്ന ഭാഗത്തും അതുപോലെ തുണി ഉണങ്ങുന്ന ഇടാനായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഷീറ്റ് വെച്ച് അവർ റൂഫ് ചെയ്തിട്ടുമുണ്ട്. പറഞ്ഞിരിക്കുന്ന വിലയും ഒരു കൂടുതലല്ല, വെറും 40 ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യം കൂടെയും. അപ്പോൾ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ബസ് റൂട്ട്. അതായത് നെന്മാറയിൽ നിന്ന് വേഴുംപാറ വഴിക്കൊക്കെ ഈ ചാത്തമംഗലം, വരുംപാറ, അടിപ്പരണ്ട വഴിക്ക് മംഗലഡാമിനൊക്കെ പോകുന്ന ഒരു പ്രധാന ബസ് റൂട്ടാണ്. ഈ ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ തന്നെയാണ് ഈ ആരാധനാലയങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ. നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് 2-2.5 കിലോമീറ്ററിനടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ പോത്തുണ്ടി ഉദ്യാനമാണ്. ഇത് ഞാൻ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിരവധി വിനോദ സഞ്ചാരികളൊക്കെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ നെല്ലിയാമ്പതിക്ക് വരുന്ന കൂട്ടത്തിൽ തന്നെ ഈ പോത്തുണ്ടി ഭാഗത്തൊക്കെ കയറാനും, ഇവിടെ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരുന്ന വിനോദസഞ്ചാരികൾ അവരൊരു ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ അവർ ഹോം സ്റ്റേ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വീട് വാങ്ങിയിട്ട് ഒരു ഹോം സ്റ്റേ പോലെ വേണമെങ്കിൽ തുടങ്ങാനും കൂടെ പറ്റും. അതിനും കൂടെ ഉതകുന്ന ഒരു വീട് സ്ഥലമാണ്. എല്ലാ അർത്ഥത്തിലും നമുക്ക് ഏത് രീതിക്കും ഈ വീടും പറമ്പിനെയും യൂസ് ചെയ്തെടുക്കാം. അതായത് ഒരു ഫാമായിട്ട് തുടങ്ങണമെങ്കിൽ അങ്ങനെ, അല്ല ഇങ്ങനെ തന്നെ ഇതേ രീതിക്ക് ഇപ്പോൾ ഇവർ ജീവിച്ചു പോകുന്ന രീതിക്ക് ആണെങ്കിൽ അങ്ങനെ, അല്ല ഇതിൻ്റെ മുകളിലേക്ക്, ഈ വീടിൻ്റെ മുകളിലേക്ക് ഒരു 2 ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കൊച്ചു വീട് എടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു ഹോം സ്റ്റേ പോലെ കൊടുക്കാനാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ വീടിൻ്റെ പുറകിൽ ഞാൻ പറഞ്ഞല്ലോ 35 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഒരു 10-20-25 സെൻറ്റ് സ്ഥലം പുറകിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഇതുപോലൊരു വീടുകൾ പണിതിട്ട് താമസിക്കുന്നവർക്ക് അങ്ങനെ താമസിക്കാം, ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കാം. എന്തിനും പറ്റുന്ന രീതിക്കുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ വീടും പറമ്പും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ആ ഷെയർ ബട്ടൺ ഒന്ന് ഞെക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിനകത്ത് നിറയെ മാവ്, പ്ലാവ്, അതുപോലെ കായ്ക്കുന്ന തെങ്ങും തൈകൾ വെച്ച് ഏകദേശം കായ്ഫലമായിട്ടുള്ളവ. അതുകൂടാതെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കുറേ കവുങ്ങും തൈകളൊക്കെ ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതായത് പറമ്പ് കൂടുതൽ ഭാഗവും കാലിയായി കിടക്കുന്നില്ല. എല്ലാ ഭാഗത്തും നമുക്ക് പിന്നീട് ഗുണമുള്ള രീതിക്ക് ഇതിങ്ങനെ കുറേ കവുങ്ങും തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ചുറ്റുഭാഗവും അതിരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റുഭാഗത്തും നമുക്ക് കമ്പിവേലി ഫെൻസിങ് ചെയ്ത് അതിർത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ചില പ്രോപ്പർട്ടികൾ കാണാൻ പോകുമ്പോൾ അതിർത്തിയൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന് കൃത്യമായിട്ടൊരു അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് അതിരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഓപ്പൺ കിണർ, വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്. ഇത് കൂടാതെ നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ പഞ്ചായത്ത് ലൈൻ കണക്ഷനും വന്നിട്ടുണ്ട്. കണ്ടോ, അവിടെയൊക്കെ താമസിക്കുന്ന വീടുകളാണ്. ഇതിൻ്റെ ഒരു 2 അതിരുകളിലും വീടുകൾ, താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. ഒറ്റപ്പെട്ട ഒരു ഭാഗമൊന്നുമല്ല. അപ്പോൾ ഇതിൽ കായ്ക്കുന്ന കവുങ്ങുകളും ഉണ്ട് കേട്ടോ. പിന്നെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീട്ടിലൊക്കെ നിറയെ ആളുകളൊക്കെ ഉള്ളൊരു ഏരിയയിലാണ് വീട്. പാലക്കാട് ജില്ലയാണ്. ഇവിടെ നിന്നും വടക്കഞ്ചേരി നാഷണൽ ഹൈവേ 544 വടക്കഞ്ചേരിയുടെ ഭാഗത്തേക്കാണെങ്കിൽ ഒരു 22-23 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അതുപോലെ പാലക്കാട്ടേക്കാണെങ്കിൽ ഒരു 30-32 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. പാലക്കാടൊക്കെ ആയിരിക്കും അത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കുറച്ച് അടുത്തുള്ളത്. അതുപോലെ തമിഴ്നാടിൻ്റെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒന്നായിട്ടുള്ള പൊള്ളാച്ചിയിലേക്കാണെങ്കിൽ ഒരു 46-47 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇത് നെല്ലി, ഇതൊക്കെ കായ്ക്കുന്ന നെല്ലിയാണ്. കൂടാതെ സപ്പോട്ടയും ചെറിയും കറിവേപ്പും, അങ്ങനെ നമുക്കൊരു വീട്ടാവശ്യത്തിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറമ്പിൽ നിന്ന് ലഭ്യമാണ്. കുറേയേറെ നേന്ത്രവാഴയും അതുപോലെ ചെങ്കതളി വാഴയും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സൈഡിലൂടെയുള്ളൊരു പൊതുവഴിയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ പറമ്പിലേക്കും കൂടെ വഴിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വണ്ടികൾക്കൊക്കെ വരാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. നല്ല വീതിയുള്ള ടിപ്പർ പോലാത്ത വണ്ടികൾക്കൊക്കെ വന്ന് മെറ്റീരിയൽസ് തട്ടി കൊണ്ടുപോകാനുള്ള, മണലും മെറ്റലൊക്കെ കടത്തി കൊണ്ടുവരാനുള്ള സൗകര്യം വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഈ തരത്തിലുള്ള കവുങ്ങും തൈകളാണ് ഇപ്പോൾ ഈ പറമ്പിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്.
കറിവേപ്പൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ചെറിയ ഫാമിലിക്കൊക്കെ ആണെങ്കിലും വലിയ ഫാമിലിക്കൊക്കെ ആണെങ്കിലും ജീവിച്ചു പോരാൻ പറ്റുന്നൊരു നല്ലൊരു അന്തരീക്ഷത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, ഇതിൻ്റെ വില 35 സെൻറ്റ് പറമ്പിനും 1200 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെയാണ് ചോദിച്ചിരിക്കുന്നത്. 40 ലക്ഷം രൂപ കേട്ടോ. ഇതിൻ്റെ സ്റ്റെയർ പുറത്തുകൂടെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു ഹോം സ്റ്റേ പോലെ വീടിൻ്റെ മുകളിൽ ഒരു 2-3 മുറിയും ഒരു ഹാളൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. ഒരു ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹോം സ്റ്റേ അടുത്ത് ഉള്ളതാണെന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ നമുക്ക് പ്രധാന റോഡിൽ വെച്ച് കഴിഞ്ഞാൽ അതും ഒരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആരുടെ ശല്യമില്ലാത്തൊരു ഏരിയയും കൂടെയാണ്. എന്തായാലും എൻ്റെ മാന്യ സുഹൃത്തുക്കളെ, ഈ വീഡിയോ പരമാവധി മുഴുവൻ ഭാഗങ്ങളും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വാങ്ങാൻ താല്പര്യമുള്ളവർ. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം.